ഹായ് ഹലോ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ നമ്മളുടെ തെങ്ങിൻ്റെ തടത്തിലൊക്കെ ഇങ്ങനെ ഓരോ തടം എടുത്ത് പയർമണികൾ നമ്മൾ ഇട്ടിട്ടിന്ന് 5 ദിവസമായി കേട്ടോ. 5-ൻ്റെ അന്ന് ആണിങ്ങനെ ഇത്രയുമായിട്ടുണ്ട്, മുളച്ച് 2 പരുവം ആയിട്ടുണ്ട്. ജോലികളൊന്നും ഇല്ല, തടം എടുക്കുക, 2 ദിവസം നനച്ചിടുക, കുറച്ച് ചാരം വിതറുക. ചാരം കാൽസ്യമാണല്ലോ, അതിപ്പോൾ പറമ്പിൽ ചാരമൊക്കെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മളിതിപ്പം ഇട്ടിട്ട് ഏകദേശം 6 ദിവസമായി. ഈ 6 ദിവസം കൊണ്ടാണിപ്പം 2 പരുവം എത്തിയത്. ഇന്നലെ ഒരു ചെറിയ മഴ കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് നല്ലൊരു ഉഷാറായി. അതുവരെ നമ്മൾ നനച്ച് കൊടുത്തിരുന്നു. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ നമ്മളുടെ പറമ്പിലും, ഇനിയിപ്പോൾ പറമ്പ് ഇല്ല, സ്ഥലം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലും നമുക്ക് ഇതേപോലെ തന്നെ ചെറിയൊരു കൃഷി രീതി ചെയ്യാനോ നല്ലതാണ്. ചെയ്താൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്കും ഷെയറും ഒക്കെ തരാൻ മറക്കണ്ട. നല്ലൊരു സംഭവമാണിത്. നമ്മൾ എല്ലാ വർഷവും ഇതേപോലെ തന്നെ ചെയ്യാറുണ്ട്. ഈ വർഷം ചെയ്ത് ഈ ഇലയൊക്കെ ഇത്രയും ആയിട്ട് ഉള്ളൂ. നമ്മളുടെ പറമ്പിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഇതേപോലെ തെങ്ങിൻ്റെ തടത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തടമെടുത്ത് നമ്മളിങ്ങനെ കുറച്ച് പയർ, വാരപ്പയറെന്ന് പറയുമല്ലോ, ഇതിനെ വാരപ്പയറെന്ന് പറയും. നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഇലയും തോരൻ വയ്ക്കാം. പിന്നെന്താണ്, പയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പയർ നമുക്ക് കറി വെക്കാം. അങ്ങനെ നല്ലൊരു ചെറിയ ഒരു കൃഷിയാണ്, നമുക്കെല്ലാവർക്കും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അധികം ടൈമൊന്നും ഇതിനൊന്നും എടുക്കില്ല. നമുക്ക് വളരെ കുറച്ച് സമയമേ വേണ്ടൂ. നല്ല രീതിക്കുള്ള പോഷക ഗുണമുള്ള പയറുവർഗ്ഗങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ തന്നെ കൃഷി ചെയ്യാം, നമുക്ക് കഴിക്കാം. കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.